ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കോൾസ്ലോ ആണ്. നമ്മൾ പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കോൾസ്ലോൻ്റെ ഏകദേശം അതേ രുചി തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോൾസ്ലോ എങ്ങനെയാണ് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു ക്യാബേജ് വളരെ പൊടിയായിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അധികം വലിപ്പമൊന്നുമില്ലാതെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാബേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കരുത്. നമ്മൾ കോൾസ്ലോ കഴിക്കുന്ന സമയത്ത് അതൊന്ന് കടിക്കുന്ന പോലെ ഉണ്ടാകും. അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ഇനി ഇത് രണ്ടും നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ക്യാരറ്റ് വളരെ കുറച്ച് മതി. രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മയോണൈസ് ചേർക്കാം. ഞാനിവിടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ മയോണൈസ് അല്ല, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് സാധാരണ ഒറിജിനൽ മയോണൈസാണ്, ഒന്നും ഫ്ലേവറൊന്നും ഇല്ലാത്ത സാധാ മയോണൈസാണ്. ഇത് 4 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർക്കാം. മയോണൈസ് വീട്ടിലുണ്ടാക്കിയിട്ട് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സമയമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ മയോണൈസ് ചേർക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തത്. ചെറിയ പുളി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കാം. വൈറ്റ് വിനീഗറാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തിക്ക് ക്രീമാണ്, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം വേണമെങ്കിലും എടുക്കാം. ഇനി ഇതൊന്നും ക്രീമൊന്നും കയ്യിലില്ലെങ്കിൽ സാധാരണ പാലെടുത്താൽ മതി. പാല് തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം എടുക്കുക. ഈ ക്രീം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ക്രീമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേനും കൂടി ചേർക്കാം. കുറച്ചധികം മധുരം വേണമെങ്കിൽ തേനിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വരുമ്പോൾ മയോണൈസ് അല്ലെങ്കിൽ ക്രീം എന്തെങ്കിലും കുറവായിട്ട് തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് തേനിന് പകരം പൊടിച്ച പഞ്ചസാരയും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി വിനാഗിരി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ കുറച്ച് വിനാഗിരിയുടെ ഒരു കുറവുള്ളതുപോലെ തോന്നിയിരുന്നു. അതുപോലെ ഈ കോൾസ്ലോക്ക് സോസും കുറവാണ്. ഞാൻ അതുകൊണ്ട് ബാക്കിയുള്ള ക്രീം മുഴുവനും ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മയോണൈസാണ് കൂടുതൽ വേണ്ടെങ്കിൽ ഇതിലേക്ക് ഈ സമയത്ത് മയോണൈസ് ചേർക്കാം. അതല്ലെങ്കിൽ പാല് ചേർത്തിട്ട് മിക്സ് ചെയ്താലും മതി. അങ്ങനെ ആകുമ്പോഴും നമുക്ക് നല്ല ഇതൊരു സോസി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കോൾസ്ലോ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര എളുപ്പമാണ് ഈ കോൾസ്ലോ ഉണ്ടാക്കാൻ. നമുക്കിത് പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നൊക്കെ നമ്മളിത് സെപ്പറേറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല വില കൊടുക്കണം. വീട്ടിൽ നിന്ന് ഇത്ര ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്